വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് 65 വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു. കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി. കോൺടാക്ട് 04884232 വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ രാത്രികാല ഡ്യൂട്ടിക്ക് ഒരു ഡോക്ടറെ കൂടി അനുവദിക്കുന്നതിനായി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തിങ്കളാഴ്ച ചേർന്ന താലൂക്ക് വികസന സമിതി യോഗം തീരുമാനിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ തലപ്പള്ളി താലൂക്ക് കോൺഫറൻസ് ഹാളിലാണ് യോഗം നടന്നത്. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നടന്ന താലൂക്ക് വികസന സമിതി യോഗത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, തലപ്പള്ളി തഹസിൽദാർ രാജേഷ് MR, ഡെപ്യൂട്ടി തഹസിൽദാർ ജോസ് TP, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, വിവിധ വകുപ്പ് തല മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു. യോഗത്തിൽ കൈക്കൊണ്ട മറ്റു തീരുമാനങ്ങൾ ഇവയാണ്. കുമരനെല്ലൂർ വില്ലേജിലെ ഓട്ടുപാറയിൽ പ്രവർത്തിച്ചു വരുന്ന ഗ്രാൻഡ് ഹോട്ടലിൽ നിന്നുള്ള മലിനജലം ഒഴുക്കിവിടുന്നത് മൂലം കിണറിലെ വെള്ളം മലിനമാകുന്നു എന്നും തൊട്ടടുത്ത കെട്ടിടത്തിൽ നിന്നും മഴവെള്ളം വീടിന് മുകളിലേക്ക് ഒഴുക്കിവിടുന്നുവെന്നും കാണിച്ച് KM യൂസഫ് എന്നയാൾ സമർപ്പിച്ച പരാതിയിൽ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറിക്ക് യോഗം നിർദ്ദേശം നൽകി. മിഥുൻ KR എന്നയാൾ പഴയന്നൂർ ബ്ലോക്ക് മുഖേന ഒരു സംരംഭം ആരംഭിക്കുന്നതിനായി വ്യവസായ വകുപ്പ് തയ്യാറാക്കി നൽകിയ പ്രോജക്ട് പ്രകാരമുള്ള തുക സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുവദിച്ചില്ല എന്ന് കാണിച്ച് സമർപ്പിച്ച പരാതിയിൽ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വടക്കാഞ്ചേരി താലൂക്ക് വ്യവസായ വികസന ഓഫീസർക്ക് യോഗം നിർദ്ദേശം നൽകി. അകമല മുതൽ അത്താണി വരെയുള്ള ഭാഗത്ത് റോഡിന്റെ വശങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നതിന് പോലീസിനും ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർക്കും യോഗം നിർദ്ദേശം നൽകി. കുറാഞ്ചേരി ഭാഗത്ത് PWD റോഡിൽ അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന മരങ്ങൾ പരിശോധിച്ച് അടിയന്തരമായി നടപടികൾ സ്വീകരിക്കുന്നതിന് പൊതുമരാമത്ത് നിരത്ത് വിഭാഗം ഉദ്യോഗസ്ഥർക്ക് യോഗം നിർദ്ദേശം നൽകി. കുന്നംകുളം ട്രൈബ്യൂണൽ ലാൻഡിൽ നിന്നും ക്രയ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിനായി വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ആകെ 101 അപേക്ഷകളും ചേലക്കര നിയോജക മണ്ഡലത്തിൽ ആകെ 404 അപേക്ഷകളും തീർപ്പാക്കാൻ ബാക്കിയുള്ളതായി സ്പെഷ്യൽ തഹസിൽദാർ അറിയിച്ചു. ഇതിൽ നടപടികൾ സ്വീകരിക്കുന്നതിനായി പല അപേക്ഷകരെയും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ അപേക്ഷകരുടെ ലിസ്റ്റ് നൽകുന്നതിന് യോഗത്തിൽ സ്പെഷ്യൽ തഹസിൽദാർ ലാൻഡ് ട്രിബ്യൂണൽ കുന്നംകുളത്തിന് നിർദ്ദേശം നൽകി. തുടർന്ന് മഴക്കാല മുന്നൊരുക്കങ്ങൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു. ഇറിഗേഷൻ വിഭാഗം ഉദ്യോഗസ്ഥർ വിവിധ ഡാമുകളിലെ ജലനിരപ്പ് സംബന്ധിച്ച് വിശദീകരണം നൽകി. ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ എന്നെ വിളിച്ചു വരുത്തിക്കൊണ്ട് സ്ഥലത്തോട് കൂടിയിട്ട് ഞാൻ സ്പെഷ്യൽ ക്യാമ്പയിൻ നടത്തി. ആ ക്യാമ്പയിൻ എന്താ ഉദ്ദേശിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആ വില്ലേജിൽ പട്ടയം കിട്ടാത്ത, അതായത് നമ്മുടെ പട്ടയ അസംബ്ലിയിൽ വന്നിട്ടുള്ള ഭക്തകൾ, അതിലെ അപേക്ഷകരെ വിളിച്ചു വരുത്തി, പരമാവധി വരെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവരെ നേരിൽ ഞാൻ തന്നെ പോയിട്ട് തന്നെയാണ് എൻ്റെ സ്റ്റാഫിനെ കൂടി പോയിട്ട് രാവിലെ പോയി ഞങ്ങൾ കുറേ അപ്ലിക്കേഷൻ ഫോറം വിവിധ റവന്യൂ വകുപ്പ് കൊടുക്കുന്നതായിട്ടുള്ള പട്ടയങ്ങളുടെ വിവിധ അപ്ലിക്കേഷൻ ഫോം ഞങ്ങൾ അവിടെ കൊണ്ട് ചെല്ലുകയും ഇവരെ നേരിൽ കണ്ട് വില്ലേജ് റെക്കോർഡുകൾ ഒത്തുനോക്കി അവരെ കൊണ്ട് അവരുടെ വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചുകൊണ്ട് അപേക്ഷ ഫോറത്തിൽ, ക്രിസ്റ്റയുടെ അപേക്ഷ ഫോറത്തിൽ ഞങ്ങൾ തന്നെ അവർക്ക് വേണ്ടി പൂരിപ്പിച്ച് അവരുടെ കയ്യിലുള്ള ലഭ്യമായ രേഖകൾ തയ്യാറാക്കി മേടിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോ ഓഫീസിനും അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു 6 വില്ലേജ് കഴിഞ്ഞിട്ടുണ്ട് ചേലക്കര നിയോജകമണ്ഡലത്തിൽ. അതിൽ ഈ ലാൻഡ് ട്രിബ്യൂണൽ പട്ടയവുമായി ബന്ധപ്പെട്ട അപേക്ഷകളെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ലാൻഡ് ട്രിബ്യൂണൽ തഹസിൽദാർ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നടപടി ആവുന്നുണ്ട്. കാരണം ഇത്ര നാളായിട്ട് ഈ അപ്ലിക്കേഷൻ ഫോം അവർക്ക് അറിയില്ലായിരുന്നു. വെള്ളം ക്ലാസ്സിൽ അപേക്ഷ കൊടുത്ത് പൂർവികരായിട്ട് ഇങ്ങനെ ഓരോ ഓഫീസിൽ കയറി നടക്കായിരുന്നു. അപ്പോൾ അത് നമ്മൾ ലാൻഡ് ട്രിബ്യൂണലിൽ കൊടുത്തിട്ടുണ്ട്. VCV ന്യൂസ്, വടക്കാഞ്ചേരി. You are watching VCV News.